Good evening, everyone. So, ഇന്ന് നമ്മൾ ഈ ഒരു സെഷനിൽ ജോയിൻ ആയിട്ടുള്ളത് ഫ്രം എക്സാംസ് ടു എക്സലൻസ് BA ഇംഗ്ലീഷ് സ്നീക് പീക്ക് ഓഫ് ഇയർ 2. അപ്പൊ ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇയറിലേക്കുള്ള ഒരു സ്നീക് പീക്ക് ആണ്. സെക്കൻഡ് ഇയറിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ, കോഴ്സുകൾ, സിലബസ്, റീ രജിസ്ട്രേഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സ്ലൈഡ്സ്. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നൗ റീ രജിസ്ട്രേഷനെ പറ്റിയാണ്. അപ്പൊ റീ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇഗ്നൗ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ ഓരോ സബ്ജക്ട് ഓരോ ഇയർ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ റീ രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഓക്കെ, സോ അതിൽ നമുക്ക് ഈ റീ രജിസ്ട്രേഷന്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് December 2nd, 2024 ആയിരുന്നു. ആൻഡ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് January 31st, 2025 ആണ്. അതായത് ഈ മാസം 31st വരെയാണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. വിത്തൗട്ട് ലേറ്റ് ഫീസ്, ലേറ്റ് ഫീ ഒന്നും അടക്കാതെ നമുക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് ഡേറ്റ് ആണ് January 31st. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയർ എക്സാംസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ കോഴ്സ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയറിലേക്ക് കടക്കുമ്പോഴാണ് നമ്മൾ റീ രജിസ്ട്രേഷൻ ചെയ്യുക. റീ രജിസ്ട്രേഷൻ ചെയ്തു എന്ന് പഠനം തുടരേണ്ടത്. അപ്പൊ റീ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള നമ്മുടെ പോർട്ടലാണ് online.rr.ignou.ac.in എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പോർട്ടൽ യൂസ് ചെയ്തിട്ടാണ് റീ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു റീ രജിസ്ട്രേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ആദ്യം ഇഗ്നൗവിന്റെ റീ രജിസ്ട്രേഷൻ പോർട്ടലിൽ വിസിറ്റ് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ആ ഒരു പോർട്ടലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം, അതായത് നമ്മുടെ എൻറോൾമെന്റ് നമ്പറും പാസ്വേഡും യൂസ് ചെയ്ത് നമ്മൾ അതിൽ ലോഗിൻ ചെയ്യും. എന്നിട്ട് പിന്നെ നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ പ്രോപ്പർ ആയിട്ട് സെലക്ട് ചെയ്യണം. ഫസ്റ്റ് ഇയറിൽ നമുക്ക് 8 സബ്ജക്ട്സ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഇയറിൽ നമുക്ക് 10 സബ്ജക്ട്സ് ആണ് വരുന്നത്. അതിൽ 6 കോർ പേപ്പേഴ്സും 4 ഇലക്ടീവ് പേപ്പേഴ്സും ആണ് വരുന്നത്. അപ്പൊ അതൊക്കെ പ്രോപ്പർ ആയിട്ട് ഏത് പേപ്പേഴ്സ് ആണ്, ഏതൊക്കെയാണ് നമ്മുടെ കോർ പേപ്പേഴ്സ്, ഏതൊക്കെയാണ് നമ്മുടെ ഇലക്ടീവ് പേപ്പേഴ്സ് എന്നൊക്കെ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു കോഴ്സുകൾ സെലക്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. പിന്നെ അതിനുശേഷം നമ്മൾ റീ രജിസ്ട്രേഷൻ ഫീസ് ഓൺലൈൻ വഴി പേയ്മെന്റ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. പിന്നെ അതിനുശേഷം നമ്മൾ നമ്മുടെ ഫോം സബ്മിറ്റ് ചെയ്തതിനു ശേഷം ഡൗൺലോഡ് ചെയ്യാണ്, നമ്മുടെ കൺഫർമേഷൻ ലെറ്റർ വരുമ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഈ ഒരു റീ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റുഡൻസിന് സ്വയമായിട്ടും ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ലേൺ വൈസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നും ഉണ്ട്. ഇനി നമ്മൾ ലേൺ വൈസിന്റെ ഹെൽപ്പ് ഡെസ്കിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു ലേൺ വൈസ് സ്റ്റുഡൻസിന് വേണ്ടി റീ രജിസ്ട്രേഷൻ പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഹെൽപ്പ് ഡെസ്ക് ഇവിടെ ഓൾറെഡി റെഡിയാണ്. അപ്പൊ നമ്മൾ ഈ കാണുന്ന നമ്പർ +918714624237 ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാണ് വേണ്ടത്. ഈ നമ്പർ ചാറ്റ് ബോക്സിലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അതും നമുക്ക് നോക്കിയിട്ട് സേവ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കുള്ള ഒരു ഓപ്ഷൻ ആണ് നമ്മുടെ ലേൺ വൈസ് മെന്ററിനെ കോണ്ടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റുഡന്റ് സക്സസ് എക്സിക്യൂട്ടീവിനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് റീ രജിസ്ട്രേഷൻ പ്രോസസ് നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ചാറ്റ് ബോക്സിൽ കാണാവുന്നതാണ് ആ നമ്പർ. അപ്പൊ അത് വെച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു സെഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മൾ ക്വിക്ലി ഒരു ഓവർവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു സെഷനിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇയറിന്റെ കോഴ്സ് വർക്കും കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് സെക്കൻഡ് ഇയറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ സബ്ജക്ട്സ്, സിലബസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒരു ക്വിക്ക് ഗ്ലിംസ് ആണ് അതിന്റെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാനിങ്. എങ്ങനെ നമുക്ക് നല്ല എഫിഷ്യന്റ് ആയിട്ട് പഠിക്കാം, നമ്മുടെ സ്റ്റഡി പ്ലാനിങ്സിലൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാം, ഇനി അടുത്ത എക്സാംസിനൊക്കെ വരുമ്പോൾ എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെയാണ് സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാനിങ്ങിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ലേൺ വൈസ് ഇക്കോ സിസ്റ്റം ഫോർ ഇഗ്നോ ലേണേഴ്സ്. ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ സർവീസുകളാണ് ലേൺ വൈസ് ഇഗ്നോ ലേണേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ ഫെസിലിറ്റീസിനെയും സർവീസിനെ പറ്റിയൊക്കെ നമ്മൾ കവർ ചെയ്ത് പോകുന്നതാണ്. അടുത്തതാണ് റെഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ്. ഈ ഇനീഷ്യേറ്റീവിനെ പറ്റിയും നമ്മൾ ഈ സെഷനിൽ ആസ് വി മൂവ് ഫർദർ വി വിൽ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ.
അതുപോലെയുള്ളതാണ് റിഫ്ലക്ഷൻ ഓൺ എക്സാം എക്സ്പീരിയൻസ്. അപ്പൊ നമ്മുടെ കൂടെ ഒരുപാട് ഫസ്റ്റ് ഇയർ എക്സാംസ് കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ എക്സാംസിനെ പറ്റി എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ എക്സ്പീരിയൻസ്, നെക്സ്റ്റ് എക്സാം എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ശ്രദ്ധിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ അടുത്ത് നിന്ന് തന്നെ നമുക്ക് അവരുടെ എക്സാം എക്സ്പീരിയൻസുകൾ കേൾക്കാം. അതുപോലെ പിന്നെ ഫൈനൽ തോട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു സെഷനിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കേട്ടു, സെക്കൻഡ് ഇയർ കോഴ്സ് വർക്കിനെ പറ്റിയും എക്സാം എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം ഇനി എങ്ങനെ നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് കടക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഇനി അടുത്ത ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ഇൻവൈറ്റ് ജയ്ഷ മാം. ജയ്ഷ മാം പ്ലീസ്. താങ്ക് യു. എല്ലാവരും എക്സാംസ് ഒക്കെ എഴുതിയിട്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പൊ എക്സാംസ് ഒക്കെ ഈസി ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. എക്സാം എഴുതാതെ ഇരിക്കുന്നവരുണ്ടായിരിക്കും. എന്തായാലും നമുക്ക് ഇനി നെക്സ്റ്റ് ചാൻസിൽ എക്സാം എഴുതിയെടുക്കാമല്ലോ. അതേപോലെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആയി, നിങ്ങൾ ഫസ്റ്റ് ഇയർ വളരെ സക്സസ്ഫുള്ളി എല്ലാം എക്സാംസ് എഴുതാത്തവരുണ്ടെങ്കിലും നമ്മൾ ഫസ്റ്റ് ഇയറിലെ കോഴ്സ് പേപ്പേഴ്സ് എല്ലാം കഴിഞ്ഞതാണല്ലോ, നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ ഇനി സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ലേൺ വൈസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് അറിയാം. അതായത് ഫുൾ മെറ്റീരിയൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സും അതേപോലെ തന്നെ ജസ്റ്റ് മെറ്റീരിയൽസ് മാത്രം അവൈലബിൾ ആയിട്ടുള്ള പേപ്പേഴ്സിനെ കുറിച്ച് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ലേൺ വൈസിൽ ഫുള്ളി, അതായത് നമ്മളുടെ അസൈൻമെന്റ്സും അതേപോലെ തന്നെ ലേൺ വൈസിലെ എല്ലാം കംപ്ലീറ്റ് മെറ്റീരിയൽ സപ്പോർട്ടും അവൈലബിൾ ആയിട്ടുള്ള സെക്കൻഡ് ഇയർ BA ഓണേഴ്സിന്റെ പേപ്പേഴ്സ് ആണ് ഇപ്പൊ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. BEGC 105 അമേരിക്കൻ ലിറ്ററേച്ചർ ഫുള്ളി അവൈലബിൾ ആണ്. മെറ്റീരിയൽ സപ്പോർട്ട്, ലൈവ് സെഷൻസ്, അസൈൻമെന്റ് സപ്പോർട്ട് എല്ലാം അവൈലബിൾ ആണ്. അതേപോലെ BEGC 106 പോപ്പുലർ ലിറ്ററേച്ചർ, BEGC 107 ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ, BEGC 108 ബ്രിട്ടീഷ് ലിറ്ററേച്ചർ 18th സെഞ്ചുറി, പിന്നെ BEGC 109 ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചർ, BEGC 110 ബ്രിട്ടീഷ് ലിറ്ററേച്ചർ 19th സെഞ്ചുറി, BPCS 183 ഇമോഷണൽ ഇന്റലിജൻസ്, BPAG 173 e-governance, BPCG 173 psychology for health and well-being, BPCS 184 school psychology, BPCS 186 managing stress, BPAS 187 logistic management, BEGS 183 writing and study skills. ഈ എല്ലാ പേപ്പേഴ്സിന്റെയും എല്ലാ മെറ്റീരിയൽസും എല്ലാ സപ്പോർട്ടും ലൈവ് സെഷൻസും അസൈൻമെന്റും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ലേൺ വൈസിൽ. നെക്സ്റ്റ് നമുക്ക് മെറ്റീരിയൽ സപ്പോർട്ട് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന BA ഡിഗ്രി ഓണേഴ്സിന്റെ സെക്കൻഡ് ഇയേഴ്സിന്റെ പേപ്പേഴ്സ് ആണ്. ഇതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. BANS 183 ടൂറിസം ആന്ത്രപ്പോളജി, BPCS 185 ഡെവലപ്പിംഗ് ഇമോഷണൽ കോമ്പറ്റൻസ്, BPCS 187 മാനേജിംഗ് ഹ്യൂമൻ റിസോഴ്സസ്, BSSS 183 life skills, BSOG 173 rethinking development, BPCG 174 psychology and media, BANS 184 public health and epidemiology, BECS 184 data analysis, BPCS 188 applications of school psychology, social psychology,
ONROO 002 Basics of Hydrology, BPCG 178 Psychology of Gender. ഇത്രയും പേപ്പേഴ്സിന്റെ മെറ്റീരിയൽസ് ഓൺലിയും പിന്നെ ഞാൻ നേരത്തെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഈ എല്ലാ പേപ്പേഴ്സിന്റെയും ഫുള്ളി മെറ്റീരിയൽസും അതേപോലെ തന്നെ ലൈവ് സെഷൻസും അതേപോലെ അസൈൻമെന്റ്സും അങ്ങനെ ഫുള്ളി അവൈലബിൾ ആണ് നമ്മളുടെ ലേൺ വൈസിൽ. നെക്സ്റ്റ് നമ്മൾ കോഴ്സിന്റെ കാര്യങ്ങള് BA-FAG സെക്കൻഡ് ഇയറിന്റെ കോഴ്സ് സ്ട്രക്ചർ പറയുകയാണെങ്കിൽ, അതായത് ഇന്റഗ്രേറ്റഡ് കോഴ്സ് 4-year കോഴ്സിന്റെ സെക്കൻഡ് ഇയറിൽ പ്രൊവൈഡ് ചെയ്യുന്ന പേപ്പേഴ്സിന്റെ ഒരു കോഴ്സ് സ്ട്രക്ചർ പറയുകയാണെങ്കിൽ, പഠിക്കാനായിട്ട് 4 മെയിൻ പേപ്പേഴ്സ്, 4 പേപ്പേഴ്സ് ആണ്, കമ്പൽസറി പേപ്പേഴ്സ് ആണുള്ളത്. പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ഈ 4 മെയിൻ പേപ്പേഴ്സ് കൃത്യമായിട്ട് ഏതാണ് എന്നുള്ളതിന്റെ പ്രോസ്പെക്ടസ് നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. അവൈലബിൾ ആവുന്ന സമയത്താണ് നമുക്കത് കൃത്യമായിട്ട് ഏതൊക്കെയാണ് ഈ 4 പേപ്പേഴ്സ് എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും അവര് പഠിക്കേണ്ട 4 മെയിൻ പേപ്പേഴ്സ് ആണ് സെക്കൻഡ് ഇയറിലുള്ളത്. അതേപോലെ അവർ പഠിക്കേണ്ടതാണ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സ് ആയിട്ടുള്ള BEGAE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അതേപോലെ തന്നെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ഉണ്ട് BEGS 183 റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ്. അതേപോലെ തന്നെ 4-year ഇന്റഗ്രേറ്റഡ് കോഴ്സിന്റെ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പം അവർക്ക് 2 മൈനർ പേപ്പേഴ്സ് ഉണ്ട്. ഒരുപാട് സബ്ജക്ട്സിൽ, അതായത് സോഷ്യോളജി, സൈക്കോളജി, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ് എന്നൊക്കെ അവർക്ക് മൈനർ പേപ്പേഴ്സ് ചൂസ് ചെയ്യാം. അവർ മൈനർ പേപ്പേഴ്സ് ചൂസ് ചെയ്യേണ്ടതുണ്ട്. അവർക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 2 പേപ്പേഴ്സ് ആണ് പഠിക്കാനുണ്ട്. അപ്പൊ സോഷ്യോളജിയിലാണെങ്കിലും സൈക്കോളജിയിലാണെങ്കിലും നമ്മളുടെ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സോഷ്യോളജിയിലെയും സൈക്കോളജിയിലെയും മൈനർ പേപ്പേഴ്സ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് BA-FEGയിലെ സെക്കൻഡ് ഇയറിന്റെ കോഴ്സ് സ്ട്രക്ചർ, അതായത് ഇന്റഗ്രേറ്റഡ് കോഴ്സിന്റെ സെക്കൻഡ് ഇയറിലെ കോഴ്സ് സ്ട്രക്ചർ ആണിത്. അതിൽ ഈ പറഞ്ഞ പോലെ 4 മെയിൻ പേപ്പേഴ്സ് പഠിക്കേണ്ടതുണ്ട്. അതിന്റെ പ്രോസ്പെക്ടസ് അവൈലബിൾ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഈ 4 മെയിൻ പേപ്പേഴ്സ് ഏതാന്നുള്ളത് നമുക്ക് പറയാനായിട്ടില്ല. ഓക്കെ, എന്തായാലും അത് സൂൺ അവൈലബിൾ ആവും. അപ്പൊ നമ്മൾ അതിനുള്ള സപ്പോർട്ടും കൊടുക്കും. ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന 2 മൈനർ പേപ്പേഴ്സ് ആണ് സോഷ്യോളജി, അതേപോലെ തന്നെ സൈക്കോളജി ഓർ സൈക്കോളജി, ഏതിലെങ്കിലും ഒന്നില് നമുക്ക് ചൂസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ കമ്മിങ് ടു ഓരോ കോഴ്സ്, ഓരോ പേപ്പറിനെയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ബ്ലോക്ക് വൈസ് എന്താണ് അതിൽ പഠിക്കാനുള്ളത്, ആ പേപ്പറിൽ പഠിക്കാനുള്ളത് എന്നുള്ളതിന്റെ ജസ്റ്റ് ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു വളരെ ബ്രീഫ് ആയിട്ടുള്ള സമ്മറി നമുക്ക് നോക്കാം. BEGC 105 അമേരിക്കൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ പേപ്പറിൽ പഠിക്കാനുള്ളത് എക്സ്പ്ലോറേഷൻ ഓഫ് അമേരിക്കൻ ഐഡന്റിറ്റി ത്രൂ ഡ്രാമ, നോവൽസ്, പോയട്രി ആൻഡ് ഷോർട്ട് ഫിക്ഷൻസ്. പ്രത്യേക ഫോക്കസ് എവിടെയാണ് കൊടുക്കേണ്ടത്? ദ കൾച്ചറൽ, സോഷ്യൽ ആൻഡ് ഫിലോസഫിക്കൽ എവല്യൂഷൻ ഓഫ് അമേരിക്കൻ സൊസൈറ്റി. നെക്സ്റ്റ് അതിന്റെ ബ്ലോക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്ക് 1ൽ പഠിക്കാനുള്ള വർക്കാണ് ആർതർ മില്ലറിന്റെ ഓൾ മൈ സൺസ് എന്നുള്ള വർക്ക്. ഇവിടെ ഫോക്കസ് എന്താണ്? ദ കോൺസിക്വൻസസ് ഓഫ് മോറൽ കോംപ്രമൈസ് ആൻഡ് സൊസൈറ്റൽ റെസ്പോൺസിബിലിറ്റി. ദ കോൺസിക്വൻസസ് ഓഫ് മോറൽ കോംപ്രമൈസ് ആൻഡ് സൊസൈറ്റൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ് ഇതിന്റെ ഫോക്കസ്. ഇവിടെ വരുന്ന തീംസ് ആണ് ഗിൽറ്റ്, അമേരിക്കൻ ഡ്രാമ, അതുപോലെ അക്കൗണ്ടബിലിറ്റി. കീ ഡിസ്കഷൻ പോയിന്റ്സ്: ഹൗ ഡസ് മില്ലർ ക്രിട്ടിസൈസ് ക്യാപിറ്റലിസം ഇൻ ഹിസ് പ്ലേ. ഈ ഒരു പ്ലേ ആണ് നമുക്ക് ബ്ലോക്ക് 1ൽ പഠിക്കാനുള്ളത്, ആർതർ മില്ലറിന്റെ ഓൾ മൈ സൺസ്. നൗ കമ്മിങ് ടു ബ്ലോക്ക് 2. ബ്ലോക്ക് 2ൽ പഠിക്കാനുള്ളത് നഥനയൽ ഹാവ്തോണിന്റെ വെരി ഫേമസ് വർക്ക് ദ സ്കാർലറ്റ് ലെറ്റർ. സ്കാർലറ്റ് ലെറ്ററിന്റെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ വേഴ്സസ് സൊസൈറ്റി, മോറൽ ഹിപ്പോക്രസി ആൻഡ് ഐസൊലേഷൻ. തീംസ് ഇൻഡിവിജ്വൽ വേഴ്സസ് സൊസൈറ്റി, മോറൽ ഹിപ്പോക്രസി ആൻഡ് ഐസൊലേഷൻ തന്നെയാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള തീംസും. കീ സിംബലിസം എന്ന് പറയുന്നത് സ്കാർലറ്റ് ലെറ്റർ A. ഇറ്റ്സ് എവോൾവിംഗ് സിഗ്നിഫിക്കൻസ് ഓഫ് ഫോർ ഹെസ്റ്റർ. ഹെസ്റ്റർ എന്ന് പറഞ്ഞ മെയിൻ ക്യാരക്ടർ ആണ് ഈ ഒരു വർക്കിൽ. Now coming to block 3. ബ്ലോക്ക് 3ൽ നമുക്ക് ഷോർട്ട് ഫിക്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. അതിന്റെ കോഴ്സ് ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഷോർട്ട് ഫിക്ഷൻസ് ഇൻ അമേരിക്കൻ ലിറ്ററേച്ചറിൽ ഓതേഴ്സ് എഡ്ഗർ അലൻ പോയുടെ വർക്ക് പഠിക്കാനുണ്ട്, മാർക്ക് ട്വെയിന്റെ വർക്ക് പഠിക്കാനുണ്ട്. ഇത് തീംസ് എന്ന് പറയുന്നത് സൂപ്പർ നാച്ചുറൽ, സറ്റയർ ആൻഡ് അമേരിക്കൻ റിയലിസം. Now coming to block 4. ബ്ലോക്ക് 4 അമേരിക്കൻ പോയട്രി ആണ്. അമേരിക്കൻ പോയട്രിയിൽ മേജർ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള അമേരിക്കൻ റൈറ്റേഴ്സ്, അതായത് പോയറ്റ്സിന്റെ വർക്ക് തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. വാൾട്ട് വിറ്റ്മാൻ, എമിലി ഡിക്കിൻസൺ, റോബർട്ട് ഫ്രോസ്റ്റ്, ഇവരൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള അമേരിക്കൻ പോയറ്റ്സ് ആണ്. ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന തീംസ് എന്ന് പറയുന്നത് നേച്ചർ, ഇൻഡിവിജ്വാലിറ്റി, സ്പിരിച്വാലിറ്റി ആൻഡ് ഡെത്ത്. നൗ നെക്സ്റ്റ് അടുത്ത പേപ്പറാണ് BEGC 106 പോപ്പുലർ ലിറ്ററേച്ചർ. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റഡി ഓഫ് വൈഡ്ലി എൻജോയ്ഡ് ജോണേഴ്സ് ആൻഡ് ദെയർ കൾച്ചറൽ സിഗ്നിഫിക്കൻസ്. ഫോക്കസ് ചെയ്യുന്നത് entertainment, storytelling and societal reflections.
Now block 1 popular literature and introduction. So what is popular literature എന്നുള്ളതാണ് block 1 പറയുന്നത്. Its definition, that is literature appealing to the masses. Examples: fairy tales, graphic novels, detective stories, and science fiction. And coming to block 2, children's and young adults literature. അടുത്ത കോഴ്സ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചിൽഡ്രൻസ് ആൻഡ് യങ് അഡൽട്ട് ലിറ്ററേച്ചർ. ചിൽഡ്രൻസ് ലിറ്ററേച്ചർ മീൻസ് ഫോക്കസ് ഓൺ മോറൽ സ്റ്റോറീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി ലൈക്ക് ആലിസ് ഇൻ വണ്ടർലാൻഡ്. ആൻഡ് യങ് അഡൽട്ട് ഫിക്ഷൻ തീംസ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് റിലേഷൻഷിപ്പ്, ദ ഹംഗർ ഗെയിംസ്. നൗ ബ്ലോക്ക് 3 ഡിറ്റക്റ്റീവ് ആൻഡ് സയൻസ് ഫിക്ഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡിറ്റക്റ്റീവ് ഫിക്ഷൻ മീൻസ് ലോജിക് ഡ്രിവൻ മിസ്റ്ററീസ് ലൈക്ക് ഷെർലക് ഹോംസ്. സയൻസ് ഫിക്ഷൻ തീംസ് ഓഫ് technology and future like June 1984. Now coming to block 4, graphic narratives. Course highlights graphic and visual narratives. Example: Mouse and Persepolis. Significance: combining visuals with narratives for a profound impact. Now next paper ആണ് BEGC 107, British Poetry and Drama 17th and 18th centuries. Here study of key poets and dramatists of the 17th and 18th century. 17th and 18th centuryയിലെ key poetsനെയും ഡ്രാമാറ്റിസ്റ്റിനെയും ആണ് ഇവിടെ ഈ ഒരു പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 1 ജോൺ വെബ്സ്റ്ററിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്ക് ആയിട്ടുള്ള ദ ഡച്ചസ് ഓഫ് മാൽഫി ആണ് പഠിക്കാനുള്ളത്. ഫോക്കസ്: ട്രാജിക് ടെയിൽ ഓഫ് ലവ് ആൻഡ് പവർ സ്ട്രഗിൾസ്. തീംസ്: കറപ്ഷൻ, ജെൻഡർ ആൻഡ് റിവെഞ്ച്. Now coming to block 2, John Milton's Lycidas and Sonnet 19 ആണ്. Course highlight Milton's poetry, focus: religious, philosophical and moral themes. Significance: masterful use of allegory and biblical imagery. Now coming to block 3, John Dryden's very famous work Macflecknoe. A focus: satirical, mock, epic, critic, literary incompetence. Now coming to block 4, Alexander Pope വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ദ റേപ്പ് ഓഫ് ദ ലോക്ക്. സോ ഇവിടെ തീംസ് വരുന്നത് വാനിറ്റി, സൊസൈറ്റി ആൻഡ് സാറ്റയർ. ഫോക്കസ് മെയിൻലി ഓൺ ദ സോഷ്യൽ നോംസ്. 18th സെഞ്ചുറി ബ്രിട്ടന്റെ സോഷ്യൽ നോംസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയുന്നത്. നൗ നെക്സ്റ്റ് BEGC 108 ആയിട്ടുള്ള ബ്രിട്ടീഷ് ലിറ്ററേച്ചർ 18th സെഞ്ചുറി എന്നുള്ള പേപ്പറിനെ കുറിച്ച് പറയാൻ പോവാണ്. Exploration of rationalism, satire and novels emergence. ഇതിൽ ഫസ്റ്റ് നമുക്ക് ബ്ലോക്ക് 1 പഠിക്കാനുള്ളത് ഡാനിയൽ ഡെഫോന്റെ റോബിൻസൺ ക്രൂസോ. വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. ഇവിടെ സർവൈവൽ, സെൽഫ് റിലയൻസ് ആൻഡ് കൊളോണിയലിസം എന്നാണ് ഇവിടുത്തെ തീം വരുന്നത്. നൗ ബ്ലോക്ക് 2 ജൊനാഥൻ സ്വിഫ്റ്റിന്റെ ഗലീവർ ട്രാവൽസ്, satirical exploration of political and human nature. Now block 3 വില്യം കോൺഗ്രീവിന്റെ ദ വേ ഓഫ് ദ വേൾഡ് ഇവിടെ വരുന്നത് ലവ്, ഡിസെപ്ഷൻ ആൻഡ് റിസ്റ്റോറേഷൻ സൊസൈറ്റി. ബ്ലോക്ക് 4 തോമസ് ഗ്രേ എലജി റിട്ടൻ ഇൻ എ കൺട്രി ചർച്ച്യാർഡിൽ തീംസ് വരുന്നത് ഡെത്ത്, നേച്ചർ ആൻഡ് സൊസൈറ്റൽ വാല്യൂസ്. നൗ നെക്സ്റ്റ് പേപ്പർ ആയിട്ടുള്ള BEGC 109 ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചർ. ഇതില് സെലിബ്രേഷൻ ഓഫ് ഇമോഷൻ, ഇമാജിനേഷൻ ആൻഡ് നേച്ചർ. ഇവിടുത്തെ കീ ഫോക്കസ് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട റൈറ്റേഴ്സ് ആണ് വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, കീറ്റ്സ്, ബൈറൺ, ഷെല്ലി. ഫസ്റ്റ് നമുക്ക് മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റൈൻ എന്നുള്ള വർക്ക് പഠിക്കാനുണ്ട്. ഇവിടെ തീംസ് വരുന്നത് സയൻസ്, ആംബിഷൻ ആൻഡ് ഹ്യൂമൻ ഐഡന്റിറ്റി. നെക്സ്റ്റ് BEGC 110 ബ്രിട്ടീഷ് ലിറ്ററേച്ചർ 19th century, focus on the Victorian era's novel and poetry. Block 1, A Tale of Two Cities, themes: sacrifice, love and revolution. Block 2, The Mayor of the Casterbridge, themes: fate, morality and redemption. Then Victorian poetry, key poets: Tennyson, Browning and Elizabeth Barrett Browning. Now coming to studies strategies. നമ്മൾ ഏതൊക്കെ രീതിയിലാണ് സ്റ്റഡീസ് പ്ലാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത്, നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഒക്കെ ലേൺ വൈസിൽ പഠിക്കുന്ന ലേണേഴ്സിന് അറിയാം. നമ്മളൊരു ടൈം ടേബിൾ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൂടെയാണ് നമ്മളുടെ സ്ട്രാറ്റജിക് ആയിട്ട് നമ്മളുടെ പ്ലാനിങ് സ്റ്റഡീസ് ഒക്കെ പോകുന്നത്. അതേപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് ലൈവ് സെഷൻസ് ഓരോ ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും കൊടുക്കുന്നുണ്ട്. അസൈൻമെന്റ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നുണ്ട്. അസൈൻമെന്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ അസൈൻമെന്റ് ഗൈഡ് ബുക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ആപ്പിൽ. സോ ഫർദർ മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് സ്ലൈഡ്സ്. ഫോർ ദാറ്റ് ഐ again invite Aisha ma'am. Thank you so much, Jesha ma'am. Okay, so hello everyone once again. അപ്പൊ നമ്മള് ഇനി ഡിസ്കസ്, ഇപ്പൊ നമ്മള് ഓൾറെഡി ജേഷ മാം പറഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ഇയർ സബ്ജക്ട്സിന്റെ എല്ലാം നമ്മൾ കേട്ടു. കോഴ്സുകളും
നമ്മൾ ഓരോ പേപ്പറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് ഹൈലൈറ്റ്സ്, തീംസ് ഒക്കെ നമ്മൾ കേട്ടു. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ സ്റ്റഡീസിനെ ബെറ്റർ രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. സോ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്ക്വേർഡ് പ്ലാനിങ് ആണ്. അപ്പൊ എന്താണ് ബാക്ക്വേർഡ് പ്ലാനിങ് എന്ന് പറഞ്ഞാല്, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് എന്തായാലും അറിയാം, നമുക്ക് എക്സാംസ് എഴുതാനുണ്ടാവും, അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനുണ്ടാവും, ഇതൊക്കെ നമുക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ഐഡന്റിഫൈ എക്സാം ആൻഡ് അസൈൻമെന്റ് ഡെഡ്ലൈൻസ് ഫസ്റ്റ്, ദെൻ പ്ലാൻ യുവർ സ്റ്റഡി റൂൾ. അപ്പൊ നമ്മൾ ആദ്യം നമുക്കുള്ള എക്സാംസിന്റെയും അസൈൻമെന്റ്സിന്റെയും ഡെഡ്ലൈൻസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് അതിന് ശേഷം മാത്രമാണ് നമ്മൾ പഠിക്കാനുള്ള ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്ക് ആദ്യമായിട്ട് അസൈൻമെന്റ്സും കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ചാല് നമുക്ക് അത് പഠനത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഈ എക്സാമിന്റെ സമയത്ത് ലാസ്റ്റ് മൊമെന്റിൽ പോയിട്ട് നമ്മൾ അസൈൻമെന്റ്സ് എഴുതാനും എക്സാംസിനും പ്രിപ്പയർ ചെയ്യാനും എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ അത് നമുക്ക് വലിയൊരു ബേർഡനായി മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് അസൈൻമെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുമ്പോൾ നമുക്ക് അതൊരു ബെറ്റർ സ്റ്റഡി അറ്റ്മോസ്ഫിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ബ്രേക്ക് കോഴ്സ് വർക്ക് ഇൻ ടു മാനേജബിൾ ഗോൾസ്, വീക്ക്ലി ഓർ മന്ത്ലി. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീഡിയോ ക്ലാസ്സുകൾ കാണാനുണ്ടാവും, അതുപോലെ SLM മെറ്റീരിയൽസ് വായിക്കാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവും. അതിന്റെ കൂടെ തന്നെ നമുക്ക് അസൈൻമെന്റ്സ് എഴുതാന്, അങ്ങനെ ഒരുപാട് വർക്ക്സ് വരുമ്പോൾ നമ്മൾ ആ വർക്ക്സിനൊക്കെ ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു വീക്കിൽ ഞാൻ ഇത്ര വീഡിയോ ക്ലാസ് കാണും, അല്ലെങ്കിൽ ഒരു വീക്കിൽ ഞാൻ ഇത്ര SLM മെറ്റീരിയൽസ് വായിക്കും, അല്ലെങ്കിൽ ഈ ഒരു മന്ത് ആവുമ്പോഴേക്ക് ഞാൻ ഈ ഒരു പേപ്പറിന്റെ ഇത്രയും ഒരു 2-3 ബ്ലോക്സ് കവർ ചെയ്യും എന്നുള്ള റിയലിസ്റ്റിക് ആൻഡ് മാനേജബിൾ ഗോൾസ് നമ്മൾ ഫിക്സ് ചെയ്യാം. നമ്മളിപ്പോ വിചാരിക്കുകയാണ് ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് കുറെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ഒരു ഗോൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്താല് അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ നമ്മളെ ഒരുപാട് അത് നിരാശയിലേക്ക് എത്തിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അത് റിയലിസ്റ്റിക്കും പിന്നെ അച്ചീവബിളും ആയിട്ടുള്ള ഗോൾസ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് നോക്കാനുള്ള അടുത്തൊരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് ആൻഡ് കൺസിസ്റ്റൻസി. ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിലും, എസ്പെഷ്യലി സ്റ്റഡീസിന്റെ കാര്യം എടുക്കുമ്പോൾ ടൈം മാനേജ്മെന്റും കൺസിസ്റ്റൻസിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? യൂസ് സ്റ്റഡി ഷെഡ്യൂൾസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ടൂൾസ്. അപ്പൊ നമ്മൾ ഒരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അതായത് നമ്മളിപ്പോ ഒരു ഡേ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ 24 hours കിട്ടുന്നതാണ്. അപ്പൊ ആ ഒരു ഡേയിൽ നമ്മൾ എത്ര മണിക്കൂർ നമുക്ക് സ്റ്റഡീസിന് വേണ്ടി പിന്നെ മാറ്റി വെക്കാം എന്നുള്ളത് നമ്മൾ ഷെഡ്യൂൾ ചെയ്യാം. ഇപ്പൊ സ്റ്റഡീസ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ കുറച്ച് ബ്രേക്സ് കൊടുക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ചെറിയൊരു എന്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഇൻ ബിറ്റ്വീൻ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ സ്റ്റഡി ടെക്നിക്സ് ഒരുപാടുണ്ട്. ഇപ്പൊ പൊമോഡ്രോ ടെക്നിക്, അങ്ങനെ ഒരുപാട് നമുക്ക് ടെക്നിക്സ് ഉണ്ട്. നമുക്ക് ബോർ അടിക്കാതെ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന രീതിയിലുള്ള സ്റ്റഡി ടെക്നിക്സും പ്രൊഡക്ടിവിറ്റി ടൂൾസ് ഒക്കെ നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ സ്റ്റഡീസ് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കുക. അതുപോലെ നമുക്ക് കൺസിസ്റ്റൻസി ആണ് ഏറ്റവും വലുത്. ഓക്കെ, കൺസിസ്റ്റൻസി ഈസ് ദ കീ. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അത് ഡേ 1 മുതൽ ഒരു ഡേ 100 വരെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാം. അല്ലാതെ നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ ഡേയ്സ് ഒന്നും നമ്മൾ പഠിക്കാതെ അല്ലെങ്കിൽ പ്രോപ്പർ ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതെ ലാസ്റ്റ് ഒരു എക്സാമിന്റെ ടൈം ആകുമ്പോൾ അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ഒരുപാട് ഇരുന്ന് കവർ ചെയ്യാം എന്ന് വിചാരിക്കുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടും അത് പോസിബിളും അല്ല. അപ്പൊ നമ്മൾ ആദ്യം മുതലേ കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി ഒരു റുട്ടീൻ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അതിനെ ബേസ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. അതും ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് മിനിറ്റ് റഷുകളെ നമുക്ക് ഒഴിവാക്കാനും അത് ഹെൽപ്ഫുൾ ആവും. അടുത്തതാണ് സെൽഫ് കെയർ ആൻഡ് മൈൻഡ് സെറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ മെന്റൽ ഹെൽത്തും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സെൽഫ് കെയർ ഒക്കെ വളരെയധികം വാല്യൂസ് ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ബാലൻസ് അക്കാഡമിക്സ് വിത്ത് ബ്രേക്സ്, എക്സസൈസ് ആൻഡ് ഹോബീസ്. അപ്പൊ നമ്മളിപ്പോ ഒരു പഠിക്കാനുള്ള ഒരു അക്കാഡമിക് ഷെഡ്യൂൾ അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലൊരു ബ്രേക്ക് ഒന്നും ഇല്ലാണ്ട് ഫുൾ ഇപ്പൊ രാവിലെ ഒരു 9 to ഈവനിങ് 5 വരെ ഞാൻ ഒരു ബ്രേക്കും ഇല്ലാണ്ട് പഠിക്കാൻ പോവാന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. നമുക്കത് വേഗം ബോർഡ് ആവുകയും ചെയ്യും. നമ്മുടെ മൈൻഡ്, നമുക്ക് അറ്റൻഷൻ സ്പാൻ അത്രയും ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ സ്റ്റഡി പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ബ്രേക്സ് ഉണ്ട് നമ്മൾ ഉറപ്പുവരുത്തുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഇപ്പൊ എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഡിവൈസ് ഒക്കെ നോക്കിയിട്ടാണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ഐ എക്സസൈസ് എന്തെങ്കിലും ഐ മൂവ്മെന്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. പിന്നെ അതുപോലെ ഇടയ്ക്ക് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹോബീസ് ചെയ്യാം. അല്ലാണ്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ ബോറിംഗ് പ്രോസസ്സ് എന്നുള്ള രീതിയിലല്ലാതെ നമുക്ക് കുറച്ചും കൂടിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ നമുക്കത് മാറ്റാൻ സാധിക്കുന്നതാണ്.
അതുപോലെ മറ്റൊന്നാണ് സ്ട്രെസ് മാനേജ്മെന്റ്. നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് കേൾക്കുന്ന ഒരു കാര്യമാണ് എക്സാംസ് ഒക്കെ ആവുമ്പോൾ അല്ലെങ്കിൽ പഠനത്തിന്റെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ സ്ട്രെസ് ആണ് എന്നുള്ളതൊക്കെ. അപ്പൊ അത് സ്ട്രെസ് എല്ലാ സ്റ്റുഡൻസിനും ഒരുപോലെ വരാം. പക്ഷെ ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് ആ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ സ്ട്രെസ് മാനേജ് ചെയ്യാൻ നമുക്കിപ്പോ മൈൻഡ്ഫുൾനെസ് ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിരുത്തി അത് ചെയ്യാം. എന്ത് കാര്യം ഇപ്പൊ പഠിക്കുമ്പോഴാണെങ്കിലും നമ്മൾ എന്താണ് പഠിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു കംപ്ലീറ്റ് അവെയർ ആയിട്ട് അത് ചെയ്യാം. അതുപോലെ ഇപ്പോ ഒരുപാട് ലോങ് ആയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിന്റെ ഇടയിൽ ക്വിക്ക് ഷോർട്ട് പവർ നാപ്സ് നമുക്ക് എടുക്കാം. അതായത് 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് ഒരു ക്വിക്ക് പവർ നാപ്പ് എടുത്താൽ നമ്മുടെ ബ്രെയിനൊക്കെ അതൊന്ന് റിലാക്സ് ചെയ്ത് വീണ്ടും പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് കിട്ടുന്നതാണ്. നോക്കുകയാണെങ്കിൽ നമ്മൾ ലേൺ വൈസ് ഇക്കോ സിസ്റ്റമിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ബേസിക്കലി ലേൺ വൈസ് എന്തൊക്കെ ഫെസിലിറ്റീസും സർവീസുകളുമാണ് നമ്മുടെ ഇഗ്നോ ലേണേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. സോ ആദ്യമായിട്ട് പറയാനാണെങ്കിൽ നമുക്ക് റെക്കോർഡഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് ഉണ്ട്. നമ്മുടെ ആപ്പിൽ റെക്കോർഡഡ് സെഷൻസ് ഓഫ് ഓൾ സബ്ജക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഓരോ സബ്ജക്റ്റിലും ഓരോ ബ്ലോക്കിന് ശേഷം നമുക്ക് ലൈവ് വീഡിയോ ലെക്ചേഴ്സും നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വാല്യൂ ആഡഡ് നോട്ട്സ് വളരെ ഷോർട്ടും ക്രിസ്പും വളരെ ബ്രീഫായിട്ട് പെട്ടെന്ന് പഠിക്കാനൊക്കെ വേണ്ടുന്ന രീതിയിൽ നമ്മൾ വാല്യൂ ആഡഡ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ട് അതും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെയുള്ളതാണ് എക്സാം പീഡിയ ആൻഡ് എക്സാം സ്പെഷ്യൽ ഗൈഡ്സ്. എക്സാമിന്റെ സമയമാകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൈഡ്സും അതിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ കാര്യങ്ങളാണ് നമുക്ക് എക്സാം പീഡിയ ആൻഡ് എക്സാം സ്പെഷ്യൽ ഗൈഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്സ് അവൈലബിൾ ആണ്. നമുക്കറിയാം ഇഗ്നോയില് അസൈൻമെന്റ്സിന്റെ വാല്യൂസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ ആ ഒരു അസൈൻമെന്റ്സ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആൻസർ ഗൈഡ് ബുക്സ്. അതുപോലെയുള്ളതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അൾട്ടിമേറ്റ് അനാലിസിസ്. അപ്പൊ നമ്മളിപ്പോ റീസെന്റ് നമ്മുടെ PYQ അനാലിസിസ് ഒക്കെ നമ്മൾ ചെയ്തിരുന്നു. ഒരുപാട് സ്റ്റുഡൻസ് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്ന് നമ്മളോട് റിവ്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ നമുക്ക് ഇത്രയും വർഷം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അനാലിസിസും അത് ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്നൊക്കെ പ്രഡിക്റ്റ് ചെയ്ത് അത്രയും സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ ഈ ഒരു അനാലിസിസിലൂടെ ട്രൈ ചെയ്തിട്ടുണ്ട്. അതുപോലെയുള്ളതാണ് ഇഗ്നോ മോഡൽ എക്സാംസ്. നമുക്ക് നമ്മുടെ ആക്ച്വൽ എക്സാംസിന്റെ അതേപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻസിന്. അതുപോലെയുള്ളതാണ് ഇഗ്നോ എക്സാം ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്നത്. എക്സാം റിലേറ്റഡ് എല്ലാ ക്വയറീസും എന്ത് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഗ്നോ എക്സാം ഹെൽപ്പ് ഡെസ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെയാണ് വർക്ക് ബുക്സ് ആൻഡ് ആൻസർ ഫയൽസ്. നമ്മൾ ഫർദർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വർക്ക് ബുക്സ് ആൻഡ് ആൻസർ ഫയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഹാപ്പിനെസ് അംബാസിഡർ. നമുക്ക് ഇവിടെ കൗൺസിലേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ അതിന്റെ ഹാപ്പിനെസ് അംബാസിഡർ സെഷൻസും എല്ലാം നമ്മൾ റെഗുലർലി കണ്ടക്ട് ചെയ്യാറുണ്ട്. നൗ മൂവിങ് ഫർദർ, ഇനി നമ്മൾ പറയാനുള്ളത് റെഫർ എ ഫ്രണ്ട് ഇനിഷ്യേറ്റീവിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു പുതിയ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റുഡൻസിന് ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് റെഫർ എ ഫ്രണ്ട് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇപ്പോൾ നമ്മുടെ ലേൺ വൈസിൽ എൻറോൾഡ് ആയിട്ടുള്ള ഒരുപാട് ലേണേഴ്സ്, നിങ്ങളെ പോലെ ഒരുപാട് സ്റ്റുഡൻസ് നമുക്കുണ്ട്. അപ്പൊ അങ്ങനെ ഓൾറെഡി എൻറോൾഡ് ആയിട്ടുള്ള സ്റ്റുഡന്റ് മറ്റൊരു
സ്റ്റുഡന്റിനെ നമുക്ക് വേണ്ടി റെഫർ ചെയ്ത് തരികയാണ്. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പരിചയമുള്ള ആൾക്കാരെ നിങ്ങളിങ്ങനെ ലേൺ വൈസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് അവരെ റെഫർ ചെയ്തുകൊണ്ട് അവര് രജിസ്റ്റർ ചെയ്ത് നമ്മളിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രോ ചെയ്യുകയും ആ റെഫർ ചെയ്ത എൻറോൾഡ് ലേണറിന് ഒരു ബെനിഫിറ്റും കിട്ടുകയാണ് നമ്മൾ ചെയ്യുന്നത്, ഈ ഒരു റെഫറൻ ഇനീഷ്യേറ്റീവിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിലുള്ള ഇൻസെന്റീവ്സ് എന്താണ്? അതായത് നമ്മളുടെ ഓൾറെഡി സ്റ്റുഡൻസ് ആയിട്ടുള്ള ലേണേഴ്സ് മറ്റൊരു സ്റ്റുഡന്റിനെ മറ്റൊരു ഫ്രണ്ടിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് റെഫർ ചെയ്ത് ലേൺ വൈസിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ഈ റെഫർ ചെയ്ത ഫസ്റ്റ് ഫ്രണ്ടിന് 1000 രൂപയാണ് സക്സസ്ഫുൾ റെഫറലിന് വേണ്ടി അവർക്ക് ലഭിക്കുന്നത്. അതുപോലെ ആ ഒരു ഫ്രണ്ട്, അതായത് പുതിയ അഡ്മിഷൻ എടുക്കാൻ വന്ന ഫ്രണ്ടിന് 10% ഏർലി ബേർഡ് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അപ്പൊ രണ്ടുപേർക്കും ഗുണമുള്ള കാര്യമാണ് ഈ ഒരു റെഫറൻ ഇനീഷ്യേറ്റീവ് എന്നുള്ളത്. അപ്പൊ ഈ ഒരു ഇനീഷ്യേറ്റീവ് എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഇൻസെന്റീവ്സ് എല്ലാവർക്കും കിട്ടാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സ്, ഫാമിലി ആർക്കെങ്കിലും നമ്മൾ റെഫർ ചെയ്ത് ഇങ്ങോട്ടേക്ക് നമ്മൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഇൻസെന്റീവ്സ് ലഭിക്കുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിഫ്ലക്ഷൻ ഓൺ എക്സാം എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നമുക്ക് അറിയാം ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ഫസ്റ്റ് ഇയർ എക്സാംസ് എഴുതിയിട്ട് ഇരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാം. സോ ഐ ഇൻവൈറ്റ് അമീന. ഞാന് ലേൺ വൈസിൽ ലാസ്റ്റ് ഫെബ്രുവരി ആണ് ജോയിൻ ചെയ്തത്. ആദ്യമൊക്കെ കുറച്ച് ചാലഞ്ചിങ് ആയിട്ടൊക്കെ ആയിരുന്നു ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ. കാരണം ഞാൻ 9 ഇയേഴ്സിന് ശേഷമാണ് ഇപ്പോ ജോയിൻ ചെയ്തതൊക്കെ ഒരു കോഴ്സൊക്കെ പഠിക്കാൻ തന്നെ. അപ്പോ ബട്ട് ലേൺ വൈസ് അതെനിക്ക് കുറച്ചുകൂടി ഈ ലേണിംഗ് പ്രോസസ് ഈസിയർ ആക്കി തന്നു. ക്ലാസ്സസ് ഒക്കെ നല്ല എക്സലന്റ് ആണ്. റെക്കോർഡഡ് സെഷൻസ് ഒക്കെ വളരെ സപ്പോർട്ടായിരുന്നു. കാരണം എനിക്ക് ടൈം കിട്ടുന്ന ടൈം തന്നെ ക്ലാസ് ഒക്കെ കേൾക്കാനും പഠിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ലാസ്റ്റ് എക്സാം റിവിഷൻ സെഷൻസും മോഡൽ എക്സാംസും വളരെ ഇൻവാലുവബിൾ ആണ്. ഈ റിവിഷൻ സെഷനിലുള്ള കീ കോൺസെപ്റ്റ് ഒക്കെ കുറച്ചുകൂടെ ഈസി ആക്കി തന്നിട്ടുണ്ടായിരുന്നു. മുൻപ് ആദ്യം പഠിച്ചു കഴിഞ്ഞ കോഴ്സിനെയൊക്കെ കുറച്ചുകൂടെ ബ്രെയിൻ വാഷ് ചെയ്യാനൊക്കെ. പിന്നെ മോഡൽ എക്സാം, എനിക്ക് എക്സാം എഴുതാൻ മുമ്പ് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ. ഈ മോഡൽ എക്സാംസ് ഒക്കെ കുറച്ചുകൂടെ കോൺഫിഡൻസ് തന്നു എക്സാം എഴുതാനൊക്കെ. പിന്നെ എക്സാംസിനെ വെച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ ടേമിന്റെ എക്സാം പ്രിറ്റി വെൽ നന്നായിട്ടിരുന്നു. എക്സാം കൂടുതൽ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിന്നായിരുന്നു. അതുകൊണ്ട് കഷ്ടമൊന്നുമില്ല. ബട്ട് എനിക്ക് ഒരു 2 കോഴ്സിൽ കുറച്ച് ഡിഫിക്കൽട്ടി, അത് ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയിരുന്നു, ഞാൻ കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്തിരിക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബട്ട് ഞാൻ അറ്റംപ്റ്റ് ചെയ്തു, എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്തു. ഒരു ബെറ്റർ ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ നെക്സ്റ്റ് ഇയറിന് ഇനി എങ്ങനെയാണ് എക്സാംസ് ഇംപ്രൂവ് ചെയ്യേണ്ടതെന്നും എങ്ങനെ പഠിക്കേണ്ടതെന്നൊക്കെ പ്ലാൻ ചെയ്യാനുള്ള ഒരു ഓവറോൾ മനസ്സിലാക്കി തന്നു എക്സാം എഴുതിയപ്പോഴേക്കും. പിന്നെ ഐ വുഡ് ലൈക്ക് ടു താങ്ക് മൈ മെന്റർ ഫോർ ഷെയറിങ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റായിട്ട് എക്സാമിന്റെ ടൈമിനൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നതിന്. ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഫോക്കസ് ഏത് ഏരിയയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്നൊക്കെ അത് ടൈം സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാം ആ ടൈമിൽ അയച്ചു തന്നതുകൊണ്ട് ആ ടൈം തന്നെ കറക്റ്റായിട്ട് നോക്കി പഠിക്കാനൊക്കെ ഈസി ആക്കി തന്നിട്ടുണ്ടായിരുന്നു. I'm truly grateful for all the guidance that I got through LearnWise. Okay, thank you so much, അമീന. അപ്പൊ അമീന നമ്മുടെ ഒരു ഫുൾ ജേർണി എങ്ങനെയാന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഇനി സെക്കൻഡ് ഇയറും ഈ പറഞ്ഞ പോലെ വളരെ സ്മൂത്ത് ആയിട്ട് പഠിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ നമുക്ക് ഇനി നെക്സ്റ്റ് സ്റ്റുഡന്റിലേക്ക് പോവാം. സോ ഗ്രീഷ്മ, സോ can you just share your experience? ഹലോ, ഗുഡ് ഈവനിങ്. ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്തത് കഴിഞ്ഞ ഡിസംബറിലാണ്. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഫുൾ റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് ആപ്പിൽ കിടക്കുന്നത്. സോ നമുക്ക് എപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിയാൽ മതി. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. പിന്നെ എക്സാംസ് ഒക്കെ എനിക്ക് ആദ്യത്തെ 7 എക്സാംസും ഭയങ്കര ഈസി ആയിട്ട് തോന്നി. കാരണം ഞാൻ പഠിച്ചു തന്നെ ചോദിച്ചിരുന്നത്. ലാസ്റ്റിലത്തെ ഒരു എക്സാം മാത്രമേ ഉള്ളൂ കുറച്ച് ഒന്ന് ഡൗൺ ആയി പോയത്. പക്ഷെ ഞാൻ കൂടുതലും പഠിച്ചിരുന്നത് നോട്ട്സിനെക്കാട്ടി കൂടുതലും ആപ്പിൽ കൊടുത്തിരുന്ന റെക്കോർഡിംഗ് ക്ലാസ്സസിൽ നിന്ന് നോട്ട്സ് എഴുതിയെടുത്താണ്. അതിൽ നിന്നാണ് എല്ലാം ചോദിച്ചതും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പൊ ഇതുവരെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഒക്കെ വളരെ നല്ലതായിരുന്നു. എക്സാംസ് ഒക്കെ നല്ല
ഇതിലൊക്കെ എഴുതാൻ പറ്റിയല്ലേ? Yeah. Okay, so all the very best for your future years as well. Thank you, Thank ma'am. thank you so much, ഗ്രീഷ്മ. ഇനി നമുക്ക് can we have ഡ്രീസ ഇവിടെ ഉണ്ടോ? Okay, ഓക്കെ, start ഗുഡ് ചെയ്തോ. ഈവനിങ്. Good evening. എനിക്ക് പറയാനാണെങ്കിൽ ഞാൻ സത്യം പറഞ്ഞ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇത് എങ്ങനെയാണ് കാര്യം. നമുക്ക് സബ്ജക്റ്റ് ഒക്കെ നമുക്ക് ഓൾറെഡി കോഡ് വൈസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ലെയിൻ വൈസിൽ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പം ഒത്തിരി ഹെൽപ്പായിരുന്നു. കാര്യം സ്റ്റാർട്ടിങ് തൊട്ട് നമുക്ക് വീഡിയോ ക്ലാസ്സസ്, പിന്നെ അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകൾ, ലൈവ്, അങ്ങനെയുള്ള എല്ലാം ഭയങ്കര ഹെൽപ്പായിരുന്നു. പിന്നെ ബേസിക്കലി പറയുകയാണെങ്കിൽ എക്സാമിന്റെ ടൈം ആയപ്പം എനിക്ക് ലാസ്റ്റ് ഒരു ടൈമൊക്കെ ആയപ്പം എക്സാമിന്റെ സമയമായപ്പം കുറെ ഒന്നും സമയത്തിന്റെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് എക്സാമിന്റെ സ്പെഷ്യൽ ക്ലാസ്സുകൾ, പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒക്കെ കുറെ അങ്ങനെയുള്ള കുറെ ഇതൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് കുറെ എക്സാമിന് പഠിക്കാൻ കുറെ ഹെൽപ്പ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും, അതുപോലെ തന്നെ എസ്പെഷ്യലി എനിക്ക് എന്റെ മെന്റർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാര്യം എനിക്ക് കുറെ ഡൗട്ട് ഉണ്ടാവും. എപ്പോഴും ഞാൻ ഡൗട്ട് ചോദിക്കുമായിരുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മെന്ററുടെ അടുത്ത് ഞാൻ ചോദിക്കുമായിരുന്നു. മെന്റർ നല്ല സപ്പോർട്ടായിരുന്നു, നല്ല ഫ്രണ്ട്ലി ആയിട്ട് എപ്പോഴും കൂടെ തന്നെ സപ്പോർട്ട് ചെയ്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യുമായിരുന്നു. എനിക്ക് അതിന്റെ PDF ആയിട്ടും നോട്ട്സ് ആയിട്ടും എന്ത് വേണമെങ്കിലും ചോദിക്കുമ്പോഴേക്കും എനിക്ക് ഷെയർ ചെയ്യുമായിരുന്നു. അതൊക്കെ ഭയങ്കര ഹെൽപ്പായിരുന്നു. പിന്നെ ഈ എക്സാമിന്റെ ടൈമിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം ഒരുപാട് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. എക്സാം നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ സെക്കൻഡ് ഇയർ ഞാൻ വേറൊരു ഡിഗ്രി ചെയ്തിരുന്നു, പക്ഷെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അത് ഞാൻ ഓൺലൈനായിട്ടല്ല ചെയ്തത്. പിന്നെ ഇപ്പോ ഏകദേശം 2-3 വർഷത്തിന് ശേഷമാണ് ഞാനിപ്പോ ഡിഗ്രി വീണ്ടും ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമ്മള് അതുപോലെ അല്ലല്ലോ, നമുക്ക് കുറെ ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു ഇതിൽ. അപ്പൊ ഞാൻ ഒരു ഐഡിയ ഇല്ലാതെയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷൻ എടുത്തത് തന്നെ. അപ്പൊ പിന്നെ ലെയിൻ വൈസ് ഉള്ളത് കൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ കുറെ ഹെൽപ്പായിരുന്നു. എക്സാമിന്റെ കാര്യത്തിലായാലും ക്ലാസ്സുകളുടെ കാര്യത്തിലായാലും ഒത്തിരി ഹെൽപ്പായിരുന്നു. ഒത്തിരി ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്പായിരുന്നു. സത്യം പറഞ്ഞാൽ ലെയിൻ വൈസ് ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയില്ലായിരുന്നു. കുറെ പേരൊക്കെ പറയും ലെയിൻ വൈസ് ആവശ്യമില്ല, നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാമെന്ന്. പക്ഷെ എല്ലാവരുടെയും കാര്യം ഒരുപോലെ ആയിരിക്കില്ല. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആണ് ലെയിൻ വൈസ്. കാര്യം നോട്ട്സ് ആയാലും വീഡിയോസ് ആയാലും ലൈവ് ക്ലാസ്സസ് ആയാലും എപ്പോ വേണമെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് മെന്ററുടെ അടുത്ത് ചോദിക്കാം, നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് ഇയർ. അപ്പം സെക്കൻഡ് ഇയർ ഇനി എങ്ങനെയൊക്കെ മുന്നോട്ട് പോവാം എന്നുള്ളതിന്റെ ഒരു ഐഡിയയും കൂടെ കിട്ടി. അപ്പൊ കുറച്ചും കൂടെ നേരത്തെ പഠിച്ചു തുടങ്ങണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ഒക്കെ തുടങ്ങി നമ്മളെ എക്സാമിന്റെ കുറച്ചൊക്കെ അടുത്ത് നിന്നപ്പോഴാണ് കുറച്ചും കൂടി ചൂട് പിടിച്ചത് എക്സാമിനെ കുറിച്ചൊക്കെ. അപ്പൊ എന്തായാലും സെക്കൻഡ് ഇയർ കുറച്ചും കൂടെ നേരത്തെ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹത്തിലൊക്കെ നിൽക്കുവാണ്. അപ്പം ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ നല്ല ഹെൽപ്പായിരുന്നു ലെയിൻ വൈസ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് എല്ലാവർക്കും. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് ഡ്രീസ. അപ്പൊ നമുക്കും വളരെയധികം സന്തോഷമാണ് ഇങ്ങനെ നമ്മുടെ സർവീസുകളും കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിന് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ നമുക്കും വളരെ ഒരു ഹാപ്പി മൊമെന്റ് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ നിങ്ങൾക്കും എക്സാംസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എഴുതാനും ഒക്കെ പറ്റുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്കും ആസ് മെന്റേഴ്സ് ആൻഡ് ആസ് ദ പാർട്ട് ഓഫ് ലേൺ വൈസ് നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് തരുന്ന മൊമെന്റ്സ് ആണ്. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ആസ് വെൽ ഡ്രീസ. അപ്പൊ ഇനി അടുത്ത് നമുക്ക് വിക്ടോറിയ, കേൾക്കാമോ? വിക്ടോറിയ, പറഞ്ഞോളൂ കേൾക്കാം. സത്യം പറഞ്ഞാൽ ലേൺ വൈസ് എന്നാണ് ഇങ്ങനെ ഒരു ഇതിനെ കുറിച്ചിട്ട് അറിഞ്ഞത്. ഇങ്ങനെ ഇഗ്നുവിനെ കുറിച്ച് എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ ഇങ്ങനെ അഡ്മിഷൻ എടുക്കാൻ അവരാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അവരുടെ പരസ്യം കണ്ടിട്ടാണ് ഞാൻ ഇഗ്നുവിൽ ചേർന്നത് തന്നെ. പിന്നെ ഒരു ഗുണം ഉണ്ടായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 54 വയസ്സായി. ഞാൻ അടുക്കള പണിയുമ്പോഴെല്ലാം ഞാൻ ഇവരുടെ ക്ലാസ് ഇട്ടിട്ട് അത് കേൾക്കും. പിന്നെ അവരുടെ ബുക്ക് ഇഗ്നു പ്രൊവൈഡ് ചെയ്ത ബുക്ക് വായിക്കുമ്പോൾ എനിക്ക് സംശയമുള്ള ലെസൺ ഇങ്ങനെ അടുക്കള പണിയുടെ ഇടയ്ക്ക് കേട്ടിട്ടാണ് ഞാൻ ഇത് ലെസൺ അറ്റൻഡ് ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു ഗുണം ഉണ്ടായിരുന്നു. പിന്നെ മെന്റർഷിപ്പ് എടുത്ത ലാസ്റ്റ് ആണ്. മേഘ എന്നെ ഒത്തിരി സഹായിച്ചു. എന്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞാലും പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെയൊക്കെ കുറെ ഉപകാരങ്ങൾ ഉണ്ടായി. പക്ഷെ സത്യം പറഞ്ഞാൽ ഒരു സബ്ജക്ട് പോലും ഞാൻ എക്സാം എഴുതില്ല. കാരണം ഞാൻ ലാസ്റ്റ് പുള്ളി ഹോസ്പിറ്റലൈസ്ഡ് ആയി. അങ്ങനെ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ അസൈൻമെന്റ് എഴുതിയത്.
അതുകൊണ്ട് അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ ഒറ്റ മാസം കൊണ്ടാണ് ഞാൻ പഠിച്ചത്. അത് പഠിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് വേറെ 5 സബ്ജക്ട് പഠിച്ചു. അത് എഴുതാൻ വരുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാണ്ട് പുള്ളിക്കാരി ഹോസ്പിറ്റൽ, അതുകൊണ്ട് ഞാൻ ഒരു സബ്ജക്ട് പോലും എഴുതിയില്ല, ഒരു പേപ്പർ പോലും എഴുതിയില്ല. പക്ഷെ എനിക്കൊരു സമാധാനം എന്താ വെച്ചാൽ 54ാമത്തെ വയസ്സിൽ കുറച്ച് മറവിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ചേർന്ന് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇപ്പൊ എനിക്ക് മറവിയില്ല എന്നുള്ളൊരു കാര്യമാണ് ഫസ്റ്റ്. പക്ഷെ ജൂണിൽ വരുന്ന എക്സാമിൽ ഞാൻ ഇതെല്ലാം ക്ലിയർ ആവുകയും ചെയ്യും. സെക്കൻഡ് ഇയറിൽ ഞാൻ ഇതിൽ തന്നെ തുടർന്ന് പഠിക്കുന്നുമുണ്ട്. ഇത്രേ എനിക്ക് സത്യം പറഞ്ഞാൽ പറയാനുള്ളൂ. ഒരു പേപ്പർ പോലും ഞാൻ എഴുതിയില്ല കേട്ടോ. എന്നാലും എനിക്കറിയാം എല്ലാ പേപ്പറിന്റെ ആൻസർ. 5 പേപ്പർ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ ആൻസർ എനിക്കറിയാം. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ലേൺ വൈസിനോട് ഒരു വലിയ താങ്ക്സ്. അവരുടെ ക്ലാസ്സും റെക്കോർഡഡ് ക്ലാസ് എനിക്ക് ഒത്തിരി ഉപകാരം ചെയ്തു. എന്റെ അസൈൻമെന്റ് ഞാൻ ഒന്നും വേറെ തപ്പിയില്ല, അങ്ങനെ ഒരു കോപ്പി അടിച്ച് വെച്ചേക്ക്. അതിന് എന്താവുമെന്ന് എനിക്ക് കണ്ടറിയില്ല, കാരണം എനിക്ക് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒന്ന് റെഫർ ചെയ്യാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. അതെല്ലാം കഴിഞ്ഞ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ നമ്മളുടെ സ്റ്റുഡൻസ് എല്ലാവരും ഓരോരോ സിറ്റുവേഷനിൽ നിന്നും ഓരോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. അപ്പൊ എന്നാൽ പോലും ഇപ്പോ ഇവിടെ വിക്ടോറിയ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു 54 ഇയേഴ്സ് ആയിട്ട് പോലും നമുക്ക് പഠനം കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ സിറ്റുവേഷൻസ് വന്നാലും അതൊരു അച്ചീവ് ചെയ്യണം എന്നുള്ള മൈൻഡ് നമുക്ക് ഉണ്ടാവുന്നത് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇപ്പൊ എക്സാംസ് എഴുതാൻ ഇതുപോലെ പറ്റാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കാം പല റീസൺസ് കൊണ്ട്. അവരൊന്നും പിന്നെ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല, കാരണം നമുക്കിനി ജൂണിലും എക്സാംസ് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയം ആകുമ്പോഴേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ടിപ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് ഇതിലും മികച്ചതായി പ്രിപ്പയർ ചെയ്തുകൊണ്ട് എക്സാംസ് എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞു. ഒരു കാര്യം ഞാൻ മേഘയോട് ഇടയ്ക്ക് ചോദിച്ചു, മേഘ ഒരു മാസം കൊണ്ട് എനിക്ക് പഠിച്ചെഴുതാം. മേഘ പറഞ്ഞ് മര്യാദക്ക് കുത്തിയിരുന്ന് പഠിക്കണം, ഒരു മാസം മതി എന്ന് പറഞ്ഞു. സത്യമാണ് കേട്ടാ, ഒരു മാസം കൊണ്ട് സത്യം പറഞ്ഞാൽ 5 പേപ്പർ ഞാൻ നന്നായി പഠിച്ചു എന്നുള്ളതാണ്. ഒരു മാസം കൊണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ നമുക്കൊരു 2-3 മാസം മതി പഠിക്കാത്തവർക്കാണെങ്കിലും. 5 പേപ്പർ ഞാൻ നന്നായി പഠിച്ചു. അത് മേഘ തന്നൊരു കോൺഫിഡൻസ് ആണ്. എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രേ ഉള്ളൂ കേട്ടോ. താങ്ക്സ്. താങ്ക് യു സോ മച്ച്. മേഘ മാം ആക്ച്വലി മീറ്റിംഗിലുണ്ട്. അപ്പൊ നമുക്കിപ്പോ നേരത്തെ സ്റ്റുഡന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേഘ മാം പ്രൊവൈഡ് ചെയ്ത സപ്പോർട്ടിനെ പറ്റിയൊക്കെ. അപ്പോൾ നമുക്കും ഈ പറഞ്ഞ പോലെ സ്റ്റുഡൻസിന് അത് എത്രയും ഹെൽപ്ഫുൾ ആണ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ വളരെയധികം ഹാപ്പിനെസ് തരുന്ന ഒരു മൊമെന്റ് തന്നെയാണ്. അപ്പൊ ഇതുപോലെ തന്നെ എല്ലാ മെന്റേഴ്സും ഒക്കെ നമുക്ക് എല്ലാ സപ്പോർട്ടിനും കാര്യങ്ങളായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ മെന്റർഷിപ്പും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ഡൗട്ട്സും എല്ലാതും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ നമുക്ക് താങ്ക് യു സോ മച്ച് വിക്ടോറിയ. ഇനി നമുക്ക് സംസാരിക്കാൻ എല്ലാ സ്റ്റുഡൻസിനും വരാം. നമുക്ക് ജിജ അവൈലബിൾ ആണോ? ജിജ ഓഡിയബിൾ ആണോ? ഹലോ. ഹലോ, പറഞ്ഞോളൂ. ഹായ് ജിജ. ഹായ് മാം, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ കഴിഞ്ഞ ജൂലൈയിലാണ് ജോയിൻ ചെയ്തത് ലേൺ വൈസിൽ. അപ്പം ഞാൻ ആദ്യത്തെ ജൂണിൽ 4 എക്സാം എഴുതിയായിരുന്നു. ബാക്കി എക്സാംസ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ലേൺ വൈസ് ഭയങ്കര സപ്പോർട്ടാണ്. ആദ്യത്തെ മെൻറ്റർ മിഷൽ മാം ആയിരുന്നു. മിഷൽ മാം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ആൻഡ് ദെൻ പിന്നെ നമ്മുടെ മേഘ മാം ആയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് എക്സാമിന്റെ മൊമെന്റ്സിലൊക്കെ. ഭയങ്കര എന്താ പറയാ, എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവായിരുന്നു. എക്സാം എടുക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സ്ട്രെസ് ഫീൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ മെന്റേഴ്സിന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് എനിക്ക് കുറെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റിയായിരുന്നു. അതുപോലെ തന്നെ വീഡിയോസ് ആണെങ്കിലും വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ എന്താ പറയാ, എല്ലാ എക്സാംസും എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എഴുതാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അതുകൊണ്ട് ഞാൻ സെക്കൻഡ് ഇയർ തുടരണു. വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ കുറച്ച് സ്ട്രാറ്റജി ഒക്കെ വെച്ചുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ കുറെ മിസ്റ്റേക്സ് ഒക്കെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഈ വർഷം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് എനിക്ക്. അപ്പോ എനിവേ താങ്ക് യു സോ മച്ച് ലേൺ വൈസ് ആൻഡ് ഓൾ ടീം ഓഫ് ലേൺ വൈസ്. താങ്ക് യു സോ മച്ച്. Okay, thank you so much, Jija, for your experience. So I guess നമുക്ക് ഇത്രയും സ്റ്റുഡൻസ് തന്നെയാണ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോ വിത്ത് ദാറ്റ് നമ്മൾ ഈ ഒരു സെഷന്റെ എൻഡിലേക്ക് വരികയാണ്. നമുക്ക് ഈ ഒരു സെഷനിലൂടെ നമുക്ക് കിട്ടിയ ഇൻസൈറ്റ്സ് എന്താന്ന് വെച്ചാൽ, നമ്മൾ സെക്കൻഡ് ഇയർ കോഴ്സ് വർക്കിനെ പറ്റിയും അതുപോലെ എന്തൊക്കെയാണ് സിലബസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റീ രജിസ്ട്രേഷൻ. അപ്പൊ എല്ലാ സ്റ്റുഡൻസും സെക്കൻഡ് ഇയറിന്റെ റീ രജിസ്ട്രേഷൻ ചെയ്തു എന്ന് ഉറപ്പുവരുത്താം. അതിന് നമുക്ക് ഹെൽപ്പ് ഡെസ്ക് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ മെന്റേഴ്സ് ത്രൂ, സ്റ്റുഡന്റ് സക്സസ് എക്സിക്യൂട്ടീവ്സ് ഒക്കെ ത്രൂ നമുക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ റീ രജിസ്ട്രേഷൻ നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ള January 31st അതിന് മുന്നേ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും എല്ലാം നമ്മൾ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്
സെക്കൻഡ് ഇയറിലേക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പ്രവേശനം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ all the very best for your second year studies and all the academic aspects. So thank you so much everyone for joining the session. See you all next time. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.